ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 21 അധ്യായം 15 മുതലുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ഈശോ പത്രോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പ്രാതൽ കഴിഞ്ഞ് ഈശോ ശിഷ്യന്മാരോട് കൂടിയായിരുന്നപ്പോൾ ശിമിയോൻ പത്രോസിനോട് ഈശോ ചോദിക്കുന്നു, യോഹന്നാന്റെ പുത്രനായ ശിമിയോനെ, ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഭൂകർത്താവെ, അങ്ങ് എല്ലാം അറിയുന്നല്ലോ. ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? എല്ലാവരും ഈശോയെ സ്നേഹിക്കുന്നുണ്ട്, എന്നാൽ ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. പത്രോസിനെ അറിയപ്പെടുന്നത് ഈശോയെ സ്നേഹിച്ച ശിഷ്യൻ എന്നാണ്. ഈശോയെ വളരെയേറെ സ്നേഹിച്ച ശിഷ്യൻ. ഈശോ പത്രോസ് പറഞ്ഞു, ഉപകർത്താവെ, അങ്ങ് അറിയുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഈശോ മറുപടിയായിട്ട് പറയുകയാണ്, നീ എൻ്റെ ആടുകളെ മേയ്ക്കുക. വീണ്ടും ഈശോ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമിയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ വീണ്ടും പറഞ്ഞു, ഉപകർത്താവെ, അങ്ങെല്ലാം അറിയുന്നുവല്ലോ. ഈശോ പറഞ്ഞു, നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. മൂന്നാമതും ഈശോ അവനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമിയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? മൂന്നാം പ്രാവശ്യവും തന്നോട് ഇതേ ചോദ്യം ചോദിച്ചത് കൊണ്ട് പത്രോസ് വളരെ ദുഃഖിതനായി. അവൻ പറഞ്ഞു, ഭൂകർത്താവെ, അങ്ങ് എല്ലാം ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. ഈശോ പത്രോസിനോട് വീണ്ടും പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. 3 പ്രാവശ്യമാണ് ഈശോ പത്രോസിനോട് ചോദിച്ചത്. ആദ്യമേ അവനോട് പറഞ്ഞു, നീ എൻ്റെ ആടുകളെ മേയ്ക്കുക. രണ്ടാമത് പറഞ്ഞു, കുഞ്ഞാടുകളെ മേയ്ക്കുക. മൂന്നാമതും പറഞ്ഞു, കുഞ്ഞാടുകളെ മേയ്ക്കുക. ഇത് ചോദിക്കുമ്പോൾ വ്യക്തമായ മറുപടിയാണ് പത്രോസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈശോ ഏതൊരു വ്യക്തിയെയും വിളിക്കുമ്പോഴും ഈശോ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. വ്യക്തമായ മറുപടിയുമുണ്ട്. ഈശോ അവനോട് പറഞ്ഞു, സത്യം സത്യമായി നിന്നോട് പറയുന്നു, നീ ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് നീ പോവുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരാൾ നിന്റെ അരമുറുക്കുകയും നിനക്ക് ഇഷ്ടമില്ലാത്തിടത്തേക്ക്, നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് അവർ നിന്നെ കൊണ്ടുപോവുകയും ചെയ്തു. ഇത് അവനോട് പറഞ്ഞത് പത്രോസ് ഏത് വിധത്തിലുള്ള മരണത്താലാണ് തന്നെ മഹത്വപ്പെടുത്തുന്നത് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഏത് വിധത്താലുള്ള മരണത്താലാണ് ഈശോ മിശിഹായെ മഹത്വപ്പെടുത്തുക എന്ന് സൂചിപ്പിക്കുകയാണ്. ഈശോ എന്നിട്ട് പറഞ്ഞു, നീ എന്നെ അനുഗമിക്കുക. അപ്പോൾ ഈശോയെ അനുഗമിക്കുവാൻ ഏറ്റവും പ്രധാനമായ ചോദ്യം ഇതാണ്, നീ എല്ലാറ്റിലും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുന്നുവോ, ഈശോയെ സ്നേഹിക്കുന്നുവോ? യാതൊരു ലാഭേച്ഛയുമില്ലാതെ ദൈവത്തിന് ഹിതം നിറവേറുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ഇന്ന് ദൈവം പ്രവർത്തിക്കുന്നത് നമ്മളെല്ലാവരിലൂടെയുമാണ്. വിളി കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ടു, വിളി ലഭിക്കുന്നത് യുഗങ്ങൾക്ക് മുമ്പേ തന്നെ യേശു ക്രിസ്തുവിൽ നമ്മളെ തിരഞ്ഞെടുത്തതാണ്. അവിടുത്തെ കൃപാവരം നമുക്ക് ലഭിച്ചിരിക്കുന്നതുമാണ്.
വിളിക്ക് പ്രത്യുത്തരം കൊടുക്കുക, ദൈവത്തെ സ്നേഹിക്കുക. അതോടൊപ്പം തന്നെ ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച സകലതിനെയും സ്നേഹിക്കുവാനും പരിപാലിക്കുവാനും ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതാണ് ഈശോ എടുത്തു പറയുക. ഈ കാലഘട്ടത്തിനനുസരിച്ച് നാം ചിന്തിക്കുകയും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുമായിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, ഈശോയുടെ വിളി ശ്രവിച്ച് മുന്നോട്ട് നീങ്ങാം. ഈശോയുടെ വഴിയെ ഈശോ പറഞ്ഞു, എന്നെ അനുഗമിക്കുക. ഈശോ പറഞ്ഞു, ഞാനാണ് വഴി. ഈശോയ്ക്ക് വേണ്ടി വഴിയൊരുക്കുവാനാണ് സ്നാപയോഹന്നാൻ വന്നത്. വഴിയൊരുക്കിയ സ്നാപയോഹന്നാനും വഴിയായ ഈശോയും വഴിയെ സഞ്ചരിച്ച അപ്പസ്തലന്മാരും വിശുദ്ധരും രക്തസാക്ഷികളും അതേ പാതയിലൂടെ സഞ്ചരിക്കുവാൻ ഈശോ നമ്മെ വിളിക്കുകയാണ്. നിന്റെ മരണത്തെക്കുറിച്ച് പോലും ഒരു ചിന്ത അവിടെ പത്രോസിന് ഈശോ കൊടുക്കുന്നുണ്ട്. അതെല്ലാം നിസ്സാരമായി കരുതിക്കൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത് എന്ന് തിരിച്ചറിയുന്ന ഏതൊരു വ്യക്തിയും അവൻ്റെ പാതയെ സഞ്ചരിക്കും. വിളി ലഭിച്ചവർ വിശ്വാസപൂർവ്വം അവൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുവാൻ ഉറച്ച തീരുമാനത്തോടെ കാലടികൾ വെക്കട്ടെ. നമ്മൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ വിളിയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യാം. ത്രിയേക ദൈവം നമ്മളെവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായി.